നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ഫേസ്ബുക്കിലെ കുറിപ്പിലാണ് ചീഫ് സെക്രട്ടറി തന്റെ അനുഭവം വെളിപ്പെടുത്തിയത്. വൈകാരികമായിട്ടാണ് ശാരദ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിൽ താൻ നേരിട്ട വർണ്ണ വിവേചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണുവിനെയും തന്നെയും നിറത്തിന്റെ പേരിൽ ഒരാൾ താരതമ്യപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത്. വേദന തോന്നിയെന്നും കറുപ്പിനോട് ഇത്രയും നിന്ന എന്തിനാണ് എന്നും അവർ ചോദിച്ചിട്ടുണ്ട്. വിഷയത്തിൽ വ്യാപക പിന്തുണയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശാരദാ മുരളീധരന് ലഭിക്കുന്നത്. ശാരദാ മുരളീധരന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഇന്ന് രാവിലെ ഞാനിട്ട ഒരു പോസ്റ്റാണ് ഇത്. പിന്നീട് പ്രതികരണങ്ങളുടെ ബാഹുല്യം കണ്ട് ഞാൻ അസ്വസ്ഥനായി ഡിലീറ്റ് ചെയ്തു. ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവിടെയുണ്ട് എന്ന് ചില അഭ്യുദയകാംക്ഷികൾ പറഞ്ഞതിനാലാണ് ഞാൻ ഇത് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഞാൻ ഇക്കാര്യം പ്രത്യേകം ചൂണ്ടിക്കാട്ടി പ്രതിഷേധിക്കുന്നത്? അതെ, എന്റെ മനസ്സിന് മുറിവേറ്റു. കഴിഞ്ഞ 7 മാസം മുഴുവൻ എന്റെ മുൻഗാമിയുമായിട്ടുള്ള ഇത്തരം താരതമ്യങ്ങളുടെ ഘോഷയാത്രയിലായിരുന്നു. തീവ്രമായ നിരാശയോടെ നാണക്കേട് തോന്നേണ്ട ഒരു കാര്യമാണ് എന്ന രീതിയിൽ കറുത്ത നിറമുള്ള ഒരാൾ എന്ന് മുദ്ര ചാർത്തപ്പെടുന്നതിനെ പറ്റിയാണ് ഇത്. വനിതയായിരിക്കുക എന്ന നിശബ്ദമായ ഉപവ്യാഖ്യാനത്തിനൊപ്പം എന്ന് ബ്രാക്കറ്റിൽ ശാരദ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കറുപ്പ് എന്നാൽ കറുപ്പ് എന്ന മട്ടിൽ, നിറമെന്ന നിലയിൽ മാത്രമല്ലിത്. കറുപ്പ് വെറും ഒരു നിറം മാത്രമല്ല. നല്ലതല്ലാത്ത കാര്യങ്ങളെ, അസ്വസ്ഥതയെ, തണുത്ത സ്വേച്ഛാധിപത്യത്തെ, ഇരുട്ടിന്റെ ഹൃദയത്തെ. പക്ഷേ കറുപ്പിനെ ഇങ്ങനെ നിന്ദിക്കുന്നത് എന്തിനാണ്? കറുപ്പ് എന്നത് പ്രപഞ്ചത്തിലെ സർവ്വവ്യാപിയായ സത്യമാണ്. എന്തിനേയും ആഗിരണം ചെയ്യാൻ കഴിവുള്ള മനുഷ്യകുലത്തിന് അറിയാവുന്ന ഏറ്റവും കരുത്തുറ്റ ഊർജത്തിന്റെ തുടുപ്പ്, എല്ലാവർക്കും ചേരുന്ന നിറപൊരുത്തം, ഓഫീസിലേക്കുള്ള ഡ്രസ് കോഡ്, സായാഹ്നവേളയിലെ ഉടയാടയഴക്, കൺമഷിയുടെ കാതൽ, മഴയുടെ വാഗ്ദാനം എന്നിങ്ങനെ. 4 വയസ്സുള്ളപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, വീണ്ടും ഗർഭപാത്രത്തിലേക്ക് തിരിച്ചെടുത്ത് എന്നെ വെളുത്ത നിറമുള്ള കുട്ടിയായി ഒന്നുകൂടെ ജനിപ്പിക്കാമോ എന്ന്. നല്ല നിറമില്ലെന്ന വിശേഷണത്താലാണ് കഴിഞ്ഞ 50 വർഷമായി ജീവിക്കുന്നത്. കറുപ്പിലെ ഭംഗി തിരിച്ചറിയാത്തതിൽ, വെളുത്ത തൊലിയിൽ ആകൃഷ്ടിയായതിൽ ഉൾപ്പെടെ ഇത്തരം വിശേഷണത്തിൽ ജീവിച്ചതിൽ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. കറുപ്പിൽ ഞാൻ കണ്ടെത്താത്ത സൗന്ദര്യം എന്റെ മക്കളാണ് കണ്ടെത്തിയത്. കറുപ്പിന്റെ പാരമ്പര്യത്തോട് അവർക്ക് ആരാധനയായിരുന്നു. ഞാൻ കാണാതിരുന്ന ഭംഗി അവരതിൽ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. കറുപ്പെന്നാൽ അതിസുന്ദരമാണ് എന്നവർ കരുതി. കറുപ്പിന്റെ അഴക് എനിക്കവർ കാട്ടിത്തന്നു. ആ കറുപ്പ് മനോഹരമാണ്, കറുപ്പ് അതിമനോഹരമാണ്. ഇങ്ങനെയാണ് ശാരദാ മുരളീധരൻ തന്റെ അനുഭവം കുറിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ കാണാനെത്തിയ ആൾ നിറത്തെ കൂട്ടുപിടിച്ചു നടത്തിയ അഭിപ്രായ പ്രകടനമാണ് ശാരദയെ തുറന്നെഴുത്തിന് പ്രേരിപ്പിച്ചത്. അതേസമയം ശാരദാ മുരളീധരന് പ്രതിപക്ഷ നേതാവ് ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നുവെന്നാണ് പറഞ്ഞത്. കറുത്ത നിറമുള്ള ഒരമ്മ എനിക്കുമുണ്ടായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്താണ് പ്രതിപക്ഷ നേതാവ് പിന്തുണ അറിയിച്ചത്. നിങ്ങൾ എഴുതിയ ഓരോ വാക്കും ഹൃദയസ്പർശിയാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതുമുണ്ട്. കറുത്ത നിറമുള്ള ഒരമ്മ എനിക്കുമുണ്ടായിരുന്നുവെന്നും വി ഡി സതീശൻ കുറിച്ചു.